വരുന്നു. എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് സബ്മിഷൻ്റെ റിസോഴ്സ് അന്വേഷിച്ചുള്ള തിരക്കിലായിരുന്ന ഞാൻ ആ കാര്യങ്ങൾക്കായാണ് ഓഗസ്റ്റ് 14 അവിടെ എത്തിയത്. അവിടെ വെച്ച് വളരെ അവിചാരിതമായാണ് മനീറിനെ ഞാൻ കാണാനിടയായത്. എൻ്റെ ടോപ്പിക് തെരുവ് കുട്ടികളുടെ വിദ്യാഭ്യാസവും പുനരധിവാസവുമായിരുന്നു. അതിനാൽ തന്നെ മനീറിനെ ഒന്ന് അടുത്തു കാണാനും അവനോട് വിവരങ്ങൾ ചോദിച്ചറിയാനും ഞാൻ തീരുമാനിച്ചു. ആരുടെ മതിലിന്റെ മുകളിൽ ഇരിക്കുന്നേ? അയ്യോ, നിനക്കെന്തെങ്കിലും പറ്റിയോ? ആദ്യമൊന്നും എന്നോട് സഹകരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ ജേർണലിസ്റ്റ് അതൊരു ചലഞ്ചായി ഏറ്റെടുത്തു. അങ്ങനെ അവനെ പിന്തുടരുവാൻ ഞാൻ നിശ്ചയിച്ചു. ഒരു പതാകയ്ക്ക് എത്ര രൂപയാ? 15 രൂപ ചേച്ചി. എല്ലാത്തിനോട് എത്രയാവും? ഒരു 140 രൂപ ചേച്ചി. ശരി, ഇന്നാ. ബാക്കി നീ വെച്ചോ. നിന്റെ പേരെന്താ? മനീർ. ബാ ഇരിക്കെ, ചോദിക്കട്ടെ. ഞങ്ങളവിടെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ബംഗാളിൽ നിന്നും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെത്തിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചറിഞ്ഞു. അവൻ്റെ അച്ഛനെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് ജയിലിലിട്ടിരിക്കുന്നതും അമ്മ പല വീടുകളിലും വീട്ടുജോലിക്ക് പോകുന്നതും അങ്ങനെയെല്ലാം അവൻ എന്നോട് പറഞ്ഞു. കൂടെ അവൻ താമസിക്കുന്ന കുടിലിനെ കുറിച്ചും സൂചിപ്പിച്ചു. അത് കേട്ടപ്പോൾ ആ കുടിലൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ആദ്യമൊന്നും അവൻ അതിന് തയ്യാറായില്ല. ഒരുപാട് നിർബന്ധിച്ച ശേഷം അവൻ എന്നെ കുടിലിലേക്ക് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. ഇതെന്താ ഇവിടെ ഇത്രയും കാർഡ്ബോർഡുകള്? ഇത് കാർബോർഡല്ല ചേച്ചി, കട്ടിക്കടലാസാ. കട്ടിക്കടലാസോ? ആ അതെ, അപ്പുറത്ത് കച്ചറ ഇടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് എടുക്കുന്നതില്ല. ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ? അതെ ചേച്ചി. നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? ഓ ആ നടക്കത്തില്ല ചേച്ചി. അമ്മ ഒരു ദിവസം പണിക്കോ 2 ദിവസം കിടപ്പായിരിക്കും. ആ ഹസ്ബൻഡ് അസുഖമുള്ളതാണേ. പിന്നെ എൻ്റെ ഈ പണി കൊണ്ടാ കഴിഞ്ഞു പോകുന്നത്. സാരമില്ല, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. ആ കുടിലിൽ കണ്ട കാഴ്ചകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മനീറിനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരുപാട് കടമ്പകൾ കടന്ന് ഒരു പ്രത്യേക പരീക്ഷയൊക്കെ നടത്തി അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ അവന് പ്രവേശനം ലഭിച്ചു. ക്ലാസ്സിലെ പല കുട്ടികളുടെയും വീടുകളിൽ മനീറിൻ്റെ അമ്മ വീട്ടുജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളാരും അവൻ്റെ കൂടെ കൂട്ടുകൂടുവാൻ തയ്യാറായിരുന്നില്ല. അവിടെ അവൻ ഒറ്റപ്പെട്ടു. ഇനി സ്കൂളിലേക്കില്ല എന്നവൻ തീരുമാനിച്ചു. അതൊന്നും നീ കാര്യാക്കണ്ട. സ്കൂളിൽ പോണം. അടുത്ത ആഴ്ചയല്ലേ സ്കൂൾ എക്സിബിഷൻ. കാർഡ്ബോർഡ് കൊണ്ട് നീ ഉണ്ടാക്കിയ എല്ലാം ഒന്ന് മോടി പിടിപ്പിക്കേ. എന്നിട്ട് അത് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കേ. നിനക്ക് തീർച്ചയായും സമ്മാനം കിട്ടും.
എക്സിബിഷനിൽ മനീറിന് സമ്മാനം കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ്. അങ്ങനെ അവന്റെ കഴിവുകൾ കൂടുതൽ ആളുകൾ അറിയാൻ ഇടയാകുമെന്ന് ഞാൻ ധരിച്ചു. അതിനാൽ തന്നെ ഞങ്ങൾ ഇരുവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസമായിരുന്നു അന്ന്. അമൽ. Second prize, ഗ്രീഷ്മ. Third prize, സുധി. മനീറേ, ഇവിടെ വാ. നിന്റെ കാർഡ്ബോർഡ് കൊണ്ടുള്ള പരിപാടി ഇത് ഇന്ന് അവസാനിപ്പിക്കണം. മേലാൽ ഇതൊന്നും കൊണ്ട് ഈ വഴിക്ക് കണ്ടുപോകരുത്. മനസ്സിലായോ നിനക്ക്? അതുപോലെ അൻസ എൻ്റെ ബന്ധുവാണ്. ഓരോ സഹായം ചോദിച്ചാൽ അവളെ ശല്യപ്പെടുത്തരുത്. എടാ മണിയറെ, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഞങ്ങളെയും കൂടെ നിന്ന് പഠിപ്പിക്കാവോ? നിരുത്സാഹപ്പെടുത്തലുകളിലും കളിയാക്കലുകളിലും ഒന്നും തളരാതെ സൂക്ഷ്മതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ മനീർ പുതിയ ഉദ്യമത്തിലേക്ക് കടന്നു. കട്ടിക്കടലാസുകൾ എടുത്ത് കത്തിയുണ്ട് ഇതുപോലെ വട്ടത്തിൽ വെട്ടിയെടുക്കണം. അത് കഷ്ണങ്ങളാക്കി ഒന്നിന്റെ മുകളിൽ ഒന്നായി ചേർത്ത് വെക്കണം. മൈദാമാവ് കുറുക്കിയെടുത്ത വശമുണ്ട്, അവ ഒട്ടിക്കണം. വീണ്ടും കട്ടിക്കടലാസുകൾ നീളത്തിൽ മുറിച്ചെടുക്കണം. നമ്മൾ നേരത്തെ വെട്ടിവെച്ച കട്ടിക്കടലാസുകൾ ചേർത്ത് വെച്ച് വർണ്ണക്കടലാസുകൾ അതിനു മുകളിൽ ഒട്ടിച്ച് കുറച്ചു സമയം കഴിഞ്ഞ് അത് ഉണങ്ങി വന്നപ്പോൾ മനോഹരമായ നിറക്കൂട്ടുകളായവ മാറുന്ന സുന്ദരമായ ദൃശ്യങ്ങൾ ഞാൻ പകർത്തി. കട്ടിക്കടലാസുകൾ ചേർത്ത് വെച്ച് മരയാണികൾ കൊണ്ട് അടിച്ചുറപ്പിക്കണം. എല്ലാം കഴിഞ്ഞ് ഇത് മൂടി പിടിപ്പിക്കാൻ വർണ്ണക്കടലാസുകൾ ഇങ്ങനെ പുറത്തൊട്ടിച്ചു വെക്കണം. അങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു ടേബിൾ മനീർ ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കി വെച്ചു. എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങളുടെ സഹപാഠി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മനീറിനെ കുറിച്ചാണ്. കാർഡ്ബോർഡ് കൊണ്ട് വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ ആരെയും മോഹിപ്പിക്കുന്ന തരത്തിൽ അവൻ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. അവൻ്റെ ജീവിത സാഹചര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ അൻസ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് കണ്ടെത്തുകയും അത് തൻ്റെ വീഡിയോയിൽ പകർത്തി ലോകത്തിനു മുമ്പിൽ കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെ ദൃശ്യങ്ങൾ വൈറലായി. ഇത് കാണാനിടയായ ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഫർണിച്ചർ കമ്പനികളിൽ ഒന്നായ നെതർടെക് അവനെ ഏറ്റെടുക്കുകയുണ്ടായി. ഈ വാർത്ത നമുക്കേവർക്കും ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണ്. മനീർ, അവൻ നമുക്കേവർക്കും ഒരു പ്രചോദനമാണ്. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ മനീറിനെ നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വീകരിക്കും. മനീറിനെ പോലെ തെരുവിൽ കഴിയുന്ന ആയിരക്കണക്കിന് കുട്ടികൾ നമ്മൾക്കിടയിലുണ്ട്. അനാഥ ബാല്യങ്ങൾ തെരുവിൽ അലയുന്ന കാഴ്ച ആരുടെയും കണ്ണു നിറയിക്കും. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ കണക്കനുസരിച്ച് 19,546 തെരുവ് കുഞ്ഞുങ്ങളിൽ 10,401 കുട്ടികൾ കുടുംബങ്ങളോടൊപ്പം പൂർണ്ണമായും തെരുവിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതേസമയം 8,263 കുട്ടികൾ പകൽ മുഴുവൻ ഭിക്ഷ തേടി തെരുവിലലഞ്ഞ് അന്തി ഉറങ്ങാൻ ചേരിയിലെ കുടിലുകളിലേക്ക് മടങ്ങും.
മറ്റു കുഞ്ഞുങ്ങൾ വിശപ്പടക്കാൻ നഗരങ്ങളിലേക്ക് ചേക്കേറും. ഇതൊക്കെ ഔദ്യോഗിക കണക്കുകൾ മാത്രം. യാഥാർത്ഥ്യം ഇതിലും ഭീകരമാണ്. ഈ നിഷ്കളങ്ക ബാല്യങ്ങളെ ദുർവിധിക്ക് വിട്ടുകൊടുക്കുന്നതിൽ നമ്മുടെ ഭരണകൂടവും സമൂഹവും ഒരുപോലെ കുറ്റക്കാരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാനും സന്തോഷിക്കാനുമുള്ള സാമൂഹിക സാഹചര്യം ഉറപ്പാക്കുക എന്നത് നമ്മുടെയെല്ലാം കടമയാണ്. കണ്ണുള്ളവർ കണ്ണു തുറന്ന് കാണട്ടെ.